നമസ്കാരം. ഓതനിക് ആയുർവേദയുടെ തുടക്കക്കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകളിൽ ഉൾപ്പെട്ട ആൻറ്റി ഡാൻഡ്രഫ് ഓയിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവുമാണ് ഇന്നത്തെ വിഷയം. അതിനു മുമ്പായി നമുക്ക് ഡാൻഡ്രഫ് അഥവാ താരൻ എന്താണെന്ന് അറിയാം. നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഒരു നിശ്ചിത കാലയളവിന് ശേഷം മരിച്ചുകൊണ്ടിരിക്കുകയും ഷെഡ് ചെയ്തു പോവുകയും ചെയ്യുന്നുണ്ട്. അത് പുതിയൊരു കോശം ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കാൽപ്പിലുള്ള കോശങ്ങളും. അടിഭാഗത്ത് പുതിയ കോശങ്ങൾ ജനറേറ്റ് ചെയ്യുമ്പോൾ അത് മുകളിലുള്ള കാലാവധി കഴിഞ്ഞ കോശങ്ങളെ ഡ്രൈ ആക്കി പുറത്തേക്ക് തള്ളുന്നു. സാധാരണയായി ഇത് മാസത്തിൽ ഒരു തവണയായി കാണപ്പെടുമ്പോൾ പ്രകടമായ താരന്റെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് അത് 2-3 ദിവസം കൂടുമ്പോഴോ ആഴ്ചയിൽ ഒരിക്കലോ സംഭവിക്കുന്നു. അതായത് താരൻ എന്ന് പറയുന്നത് നോർമലായ ഒരവസ്ഥയാണ്. അതിൻ്റെ തോത് കൂടുമ്പോഴാണ് നമ്മുടെ ഡെയിലി ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. ഹോർമോണലായും സെബേഷ്യസ് ഗ്ലാൻഡ് ഓർ സ്നേഹഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലുള്ള ഡീഅറേഞ്ച്മെന്റ് കൊണ്ടും അൺഹൈജീനിക് ലൈഫ് സ്റ്റൈൽ കൊണ്ടും അതുപോലെ ഒരേപോലെ തന്നെ സ്കാൽപ്പിലെ അമിതമായ ഡ്രൈനെസ്സും സ്കാൽപ്പിലുള്ള അമിതമായ ഓയിലി കണ്ടന്റും താരന് ഒരു കാരണമായി പറയപ്പെടാറുണ്ട്. ഡാൻഡ്രഫിനെ മിമിക് ചെയ്യുന്ന മറ്റ് പല സ്കാൽപ്പൽ ഡിസീസുകളുമുണ്ട്. ഫോർ എക്സാമ്പിൾ സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ് അങ്ങനെയുള്ളവ. അതുകൊണ്ട് ഒരു ഡോക്ടറിനെ കണ്ട് താരനാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ശേഷം മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാവും ഉചിതം. ഇനി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻറ്റി ഡാൻഡ്രഫ് ഓയിലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. 150 ml പാക്കായിട്ടാണ് മാർക്കറ്റിൽ ഇത് എത്തിയിരിക്കുന്നത്. ഇത് ഓയിലിൻ്റെ MRP 365 രൂപയാണ്. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രഹ്മി, ആര്യവേപ്പ്, കറിവേപ്പില, അയ്യപ്പാല എന്നീ മരുന്നുകൾ വെളിച്ചെണ്ണയിൽ കാച്ചിയാണ് ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ കോട്ടയ്ക്കൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ 5 ഇൻഗ്രീഡിയൻറ്റിനും ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി ഒരുപോലെയുണ്ട്. ഇനി ഓരോ ഇൻഗ്രീഡിയൻസും നോക്കാം. ബ്രഹ്മി കൺട്രോൾസ് ഇച്ചിങ് ആൻഡ് ഇൻഫ്ലമേഷൻ റിലേറ്റഡ് ടു ഡാൻഡ്രഫ്. ഡാൻഡ്രഫുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചൊറിച്ചിൽ, നീര് എന്നിവ ഒഴിവാക്കാനായിട്ട് ബ്രഹ്മി സഹായിക്കുന്നുണ്ട്. നീം അതായത് ആര്യവേപ്പ് നമുക്ക് ഓൾറെഡി അറിയാം, പലതരം സ്കിൻ ഡിസീസിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന് ആൻറ്റി ബാക്ടീരിയൽ ആക്ടിവിറ്റീസും ഉണ്ട്, അതുപോലെ ആൻറ്റി ഫംഗലും ആൻറ്റി ഡാൻഡ്രഫ് ആക്ടിവിറ്റീസും ഉണ്ട്. അടുത്തത് കറിവേപ്പില ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് നേരത്തെയുള്ള നരയെ ഇത് തടയുന്നു. റെഗുലേറ്റ് ഹെയർ ഗ്രോത്ത് ആൻഡ് കൺട്രോൾ ഡാൻഡ്രഫ്. ഹെയർ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുകയും ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അയ്യപ്പാല റിപ്പയർ മൈനർ റാഷസ് ഓർ വൂൺസ് ഓൺ ദി സ്കാൽപ്പ്. സ്കാൽപ്പിനുണ്ടാകുന്ന ഏത് മുറിവുകളെയും റാഷസിനെയും ഹീൽ ചെയ്യാനായിട്ട് അയ്യപ്പാലയ്ക്ക് ഒരു പ്രത്യേകതരം കഴിവുണ്ട്. ഇത് കൂടാതെ ആൻറ്റി ഡാൻഡ്രഫ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റും അയ്യപ്പാലയ്ക്കുണ്ട്. അടുത്തത് കോക്കനട്ട് ഓയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഹെയറിന് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കൊടുക്കുന്നു. ഹെയറിനെ ഷൈനിയും സിൽക്കിയുമാക്കി മാറ്റുന്നു. അതുപോലെ ഒരു പൊട്ടൻറ്റ് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ടറാണ്. അടുത്തത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പുവിനെ കുറിച്ച് സംസാരിക്കാം. ആൻറ്റി ഡാൻഡ്രഫ് ഓയിലിൽ നിന്നും വ്യത്യസ്തമായി എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഇതിലുള്ളത്. അതായത് ബ്രഹ്മി, ആര്യവേപ്പ്, കറിവേപ്പില, അയ്യപ്പാല. ഇതുകൂടാതെ തുളസി ആണ് എക്സ്ട്രാ ആയി ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒരു കണ്ടന്റ് അല്ല. തുളസിയുടെ ഗുണം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടതില്ല. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് നേരത്തെയുള്ള മുടിയുടെ ഏജിങ്, അതായത് നേരത്തെയുള്ള നരയെ തടയാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻറ്റി ഫംഗൽ ആക്ടിവിറ്റി താരനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം അതർ സ്കാൽപ്പൽ ഇൻഫെക്ഷനെയും തടയുന്നുണ്ട്. പാരബിൻ ഫ്രീ ആയ ഈ ഷാമ്പുവിൽ വളരെ കുറഞ്ഞ അളവിൽ പ്രിസർവേറ്റീവ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപയോഗക്രമം നോക്കാം. മുടിയിഴകൾ വകഞ്ഞു മാറ്റി തലയൊട്ടിയിലെല്ലാം ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ എത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷം 15 മിനിറ്റ് കൈവിരലുകളുടെ അഗ്രഭാഗം കൊണ്ട് ഓട്ടിയിൽ നന്നായി മസാജ് ചെയ്യുക. അതിനുശേഷം 15 മിനിറ്റ് മുടി വെറുതെ ഫ്രീ ആക്കി വെക്കുക. ശേഷം നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. ഷാമ്പു വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കാനാണ് സാധാരണയായി പറയാറ്. സ്കാൽപ്പിലും മുടിയിലും ഒരുപോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കണ്ടീഷണർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിർബന്ധമാണെങ്കിൽ മുടി തുവർത്തി 10 മുതൽ 15 മിനിറ്റിന് ശേഷമോ നന്നായി ഉണങ്ങിയതിനു ശേഷമോ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ വിഭ ഹെയർ കെയർ ക്രീം ഉപയോഗിക്കാവുന്നതാണ്.
ഒരു മാസത്തിലെ 4 ആഴ്ചകളിൽ ഏതെങ്കിലും ഒരാഴ്ച സെലക്ട് ചെയ്ത് ആ ആഴ്ചയിലെ ഒന്നിരാടം ദിവസങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ ആൻഡ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റിമൈനിങ് 3 വീക്സിൽ ഹെയറിനെ സ്ട്രോങ് ആക്കുന്നതിനും മുടി കൊഴിച്ചിൽ മാറ്റി കൂടുതൽ മുടി വളരുന്നതിനുമായി കോട്ടിക്കൽ ആര്യവൈദ്യശാലയുടെ തന്നെ ഹെയർ നറിഷിംഗ് ഷാമ്പുവും ഹെയർ നറിഷിംഗ് ഓയിലും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. താങ്ക് യു.